ഇനി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സാധനം പർച്ചേസ് ചെയ്യുക എന്നതാണ് അടുത്ത നമ്മുടെ ഓപ്ഷൻ. അതിനായിട്ട് പർച്ചേസ് ഓർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പർച്ചേസ് ഓർഡർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപയുടെ സാധനം മേടിക്കാനായിട്ടുള്ള ക്യാഷ് ആണ് ഉള്ളത്. നമുക്ക് സാധാരണയായി നമ്മൾ മാനുവലായിട്ടാണ് നമ്മൾ ഇത് എഴുതി വെക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് ആഡ് പർച്ചേസ് ഓർഡറിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത്, അത് ഏതൊക്കെ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കേണ്ടത്, ആ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടിയുടെ നെയിം ഞാൻ കൊടുക്കുകയാണ്. അത് ഒരു പാർട്ടിയുടെ നെയിം കൊടുത്തു. അതിനുശേഷം ആഡ് ഐറ്റം, ഏതൊക്കെ ഐറ്റമാണ് ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, അതിൻ്റെ MRP റേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക്, എത്ര റേറ്റാണ് നമുക്ക് അതിൻ്റെ അത് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുത്തതിന് ശേഷം സേവ് ഓപ്ഷൻ കൊടുത്ത് അത് സേവ് ചെയ്യാം. പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നതിലൂടെ നമ്മുടെ ഷോപ്പിലേക്ക് ഓരോ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് എത്രയാണ് വരുന്നത്, അത് എത്ര സ്റ്റോക്ക് നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ എത്ര സ്റ്റോക്ക് പുറത്ത് പോകുന്നു, വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര സ്റ്റോക്ക് വരുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും എന്നതാണ് പർച്ചേസ് ഓർഡറിൻ്റെ ഒരു ഉപയോഗം.